ഇല്ല, പാർട്ടിന്റെ ആഹ്വാനം ഉണ്ടോ തന്നെ പാർട്ടിന്റെ നമ്മളിപ്പോൾ കല്ലെറിയാൻ ആഹ്വാനമല്ലല്ലോ കൊടുക്കാൻ. നമ്മൾ വൈകാരികമായ പ്രസംഗം നടത്തിയിട്ട് അണികളെ കൃത്യമായിട്ട് സജ്ജീകരിച്ചിട്ട് വൈകാരികമായ പ്രസംഗം നടത്തുമോ ആയിരക്കണക്കിന് ആൾക്കാരുടെ അടുത്ത് ഒരാളെടുത്ത് എറിയെന്ന് പറയണ്ട. അവിടെ ഉമ്മൻചാണ്ടിനെ കണ്ണൂർ കാല് കുത്തിക്കൂല, ഉമ്മൻചാണ്ടി കണ്ണൂരിന് തിരിച്ചു പോകില്ല എന്ന് പറയുമ്പോൾ അവിടെ വൈകാരികമായ കാരണമാണ്. നമുക്ക് ഈ വാക്കുകൊണ്ട് നമുക്ക് ഒരാളെ എന്ത് രീതിയിലും നമുക്ക് അയാളെ ഉത്തേജനം കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ അമേരിക്കയിൽ ന്യൂയോർക്കിലടക്കം കണ്ടിട്ടില്ലേ, മംദാനി അയാളെ വാക്കിൻ്റെ പ്രസരിപ്പ് കൊണ്ട് അയാൾ ആ സ്ഥലത്ത് അയാൾ ജയിച്ചെടുത്തത് അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലാണല്ലോ ലീഡേഴ്സിൻ്റെ കഴിവ്. ആ ലീഡേഴ്സ് അന്ന് പ്രസംഗിച്ചെങ്ങനെയായിരുന്നു, മലപ്പുറത്ത് നിന്ന് വന്നതിന് ശേഷം എന്തായിരുന്നു പ്രസംഗം. അപ്പോൾ അതിൽ നമ്മളൊരു ജനാധിപത്യ രീതിയിൽ പാർട്ടിക്കകത്ത് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി തരാനില്ലാത്തതുകൊണ്ട് നമ്മളെ ഇട്ടിട്ട് ഈ കേസിൽ കുടുക്കിയിട്ട് ഇമേജ് ഡാമേജ് ചെയ്യാന്നുള്ളൊരു പരിപാടിയുണ്ട്. അതെല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ പലരും അനുഭവിക്കുന്ന കാര്യമാണ് ഇമേജ് ഡാമേജ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മൾ ഭയപ്പെട്ടിട്ട് വീട്ടിൽ പോയിട്ടിരിക്കുന്നതാണ് ഇതിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ കുറ്റം ചെയ്താലും മാത്രമല്ല നമ്മൾ ഭയപ്പെടേണ്ടുള്ളൂ. നമ്മളിപ്പോൾ കോടതിൻ്റെ ഈ വിധി വരെ നമ്മൾ വെയിറ്റ് ചെയ്തില്ല. ഇപ്പോൾ കഴിഞ്ഞ പാസ്പോർട്ട് എത്ര കാലമായി പിടിച്ചു വെച്ചിട്ട് എൻ്റെയൊക്കെ ബിസിനസ് ഖത്തറിലും ഇസ്താംബുളിലുമാണ്. എത്ര കാലമായി. അതുപോലെ ഉമ്മൻചാണ്ടി കേസിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇതുമില്ലാത്ത എൻ്റെ ഫാമിലിയെ വളരെ വ്യക്തമായി വലിച്ചയച്ചതാണ്. എൻ്റെ ഭാഗ്യം, ഇതൊരു വിശ്വസിക്കുന്നതിൻ്റെ ഭാഗ്യമായിട്ട് എനിക്ക് അതിൻ്റെ ഉമ്മൻചാണ്ടിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ എൻ്റെ മാതാവിനെ വന്ന് കണ്ടിട്ടുണ്ട്. എൻ്റെ മാതാവാണ് കെട്ടിവെക്കാനുള്ള പൈസ കൊടുത്തത്. ഒക്കെ എനിക്ക് അതിൻ്റെ ഭാഗ്യമായി എനിക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഇന്നലെ എന്നെ കേസിൽ വിട്ടപ്പോൾ ഇന്നലെ എന്നെ ചാണ്ടി ഉമ്മൻ വിളിച്ചിരുന്നു. വന്നിട്ട് പുതുപ്പള്ളി 23-ാം തീയതി കാണണമെന്നും അതുപോലെ അമ്മ തിരുവനന്തപുരത്തുള്ള അവിടെ വന്ന് കാണാമെന്നും ഒക്കെ സമ്മതിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇത് എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല. ഇത് ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മതകോളത്തിൽ പേര് എഴുതി ചേർത്തിട്ട് രാഷ്ട്രീയം പറയാൻ എന്തായാലും നമുക്ക് പറ്റില്ല. നമ്മൾ വിശ്വസിച്ച നമ്മുടെ വളർന്നു വന്ന സമൂഹത്തിൽ നമുക്കത് പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബോധ്യപ്പെടുത്താനുള്ളത്.